നമ്മൾ ലാസ്റ്റ് മേടിച്ച ബ്ലാക്ക് ഗപ്പിയുടെ പേര് ഫീമെയിൽ എത്തുപോയി. നമ്മൾ അവിടെ വെച്ച് ഈ സാധനം താഴ്ത്തി വീണിട്ടുണ്ടായി. പുള്ളിക്കാരൻ എടുത്ത് തരുന്ന സമയത്ത് ഒന്ന് താഴ്ത്തി വീണിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഓർത്ത് കൊണ്ടുവരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് ഓർത്തു. പക്ഷേ സംഭവം ഞാൻ പറഞ്ഞില്ല, നീന്തൽ കണ്ടപ്പോഴേക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സംഭവം ചത്തുപോയി. മെയിലിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിന് വേറൊരു പേരിനെ കണ്ടുപിടിച്ചിരേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്തൊക്കെ പുതിയ ഫൈറ്ററിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. എന്നാൽ കൊണ്ടുവന്ന് വഴിക്ക് കയറ്റി ഇട്ടേക്കുന്നതാണ്. ഇന്നൊന്നും റെഡിയാക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് പുതിയ ഫൈറ്ററിനെ സെറ്റാക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പുതിയ ഫൈറ്റർ. ഗപ്പി എത്തുന്നത് മാത്രമേ ചെറിയൊരു സങ്കടമുള്ളൂ. അത് നമ്മൾ അത്രയും ആറ്റുപോയിട്ട് ആഗ്രഹിച്ച് മേടിച്ചല്ല ബ്രീഡ് ചെയ്യാനൊക്കെ വെച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് നോക്കിയെടുക്കണം അതിനൊരു ഫീമെയിലിനെ. കാരണം നമ്മളിൽ ഈ കിടക്കണ രണ്ട് ഫീമെയിലിനെ എടുത്ത് അതിനോട് തീർന്നു. പക്ഷെ കറക്റ്റ് പ്യൂർ ബ്ലാക്ക് കുഞ്ഞുങ്ങളെ കിട്ടൂല. അതാണ് എൻ്റെ പ്രശ്നം. ഇതിൽ നിന്നുള്ള കുറച്ചോളം എടുക്കാം. ബാക്കി നമുക്ക് അപ്പുറത്തേക്ക് മിക്സ് ചെയ്യാം. കാരണം ഈ ബോക്സിലെ വെള്ളം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്ററിന് ഇടാനുള്ള പുതിയ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിനെ കാണുമ്പോൾ മേടിച്ചു പോകും. അവിടെ നിന്ന് വാങ്ങിയപ്പോൾ വൈറ്റ് പോലെയായിട്ടാണ് തോന്നിയത്. അവിടുത്തെ ലൈറ്റിംഗ് കൊണ്ടാന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിട്ട് തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പിങ്ക് ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിങ്കും ഒരു ഗോൾഡും ലെവല് ഷെയ്ഡ് കണ്ട. ഇവിടെ നിന്നൊരു ഗോൾഡൻ കളർ, ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ്, വാലിലൂടെ ഒരു പിങ്ക് ഷെയ്ഡ്. അപ്പോൾ നമുക്കിനി പുതിയ മീനുകൾക്ക് ഇടാനുള്ള ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒരുവിധം നമുക്കിവിടെ സാധനങ്ങൾ എല്ലാത്തിനും മീനുകളായി. ഇനി പുതിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പുതിയ മീനുകളെ കൊണ്ടൊന്ന് ഇടാനായിട്ട് നമുക്കെല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം.